27/3/2002 തീയതി. അന്ന് ഞാൻ ഇരിട്ടി SI. ഇരിട്ടി ടൗണിൽ കച്ചവടം ചെയ്യുന്ന ഫസീർ ബാബു എന്ന് പറയുന്ന ആൾ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു വിവരം പറഞ്ഞു. സാർ, ഇരിട്ടിയിലുള്ള സൂര്യ ബാറിൻ്റെ പുറകിൽ പുഴയിൽ ഒരാൾ എന്ന് തോന്നിക്കുന്ന ഒരു ചാക്ക് കെട്ട് കാണുന്നുണ്ട്. 2 കാല് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്, പൊങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞു. ആ വിവരം കിട്ടിയ ഉടനെ ഞാൻ ആ സ്ഥലത്തേക്ക് പോയി. ഫസീർ ബാബുവിൻ്റെ പരാതി പ്രകാരം ഇരിട്ടിയിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നാട്ടിലുള്ള ആൾക്കാർ ഇതെല്ലാം കണ്ടിട്ട് കുറേ ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. പോലീസുകാരും കൂടെ വന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ചാക്ക് കെട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൂടെ, കെട്ടിൻ്റെ ഇടയിലൂടെ കാലിങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് മനുഷ്യനാണെന്നുള്ളത് ഉറപ്പുവരുത്തി. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഞാനാണ് ആ ചാക്ക് കെട്ട്, ബോഡി അടങ്ങിയ ചാക്ക് കെട്ട് പുറത്തേക്ക്, അതായത് പുഴയുടെ കരയ്ക്കേക്ക് വലിച്ചിട്ട് ഇൻക്വസ്റ്റ് നടത്തിയത്. അപ്പോൾ ആ ഇൻക്വസ്റ്റ് സമയത്ത് CIയും സ്ഥലത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ DYSPയും എത്തിയിരുന്നു. പുഴക്കരയിലേക്ക് മാറ്റിയ ചാക്കുകെട്ട് അഴിച്ച് പരിശോധിച്ചപ്പോൾ അതിനകത്ത് വെട്ടുകല്ലുണ്ടായിരുന്നു, 2 വെട്ടുകല്ലുണ്ടായിരുന്നു. അത് കെട്ടിയിരുന്ന ഒരു മുണ്ടിൻ്റെ കഷ്ണം കൊണ്ടായിരുന്നു. അത് ലൂസായി പോയിട്ടുണ്ട്. ബോഡി ആകെ ചീർത്ത് വീർത്ത നിലയിലായിരുന്നു. ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ ചീർത്ത് വീർത്തു പോയി. ഏതാണ്ട് 4 ദിവസത്തോളം പഴക്കം തോന്നുന്നുണ്ട്. ബോഡി തലയിലും കഴുത്തിലും വെട്ടേറ്റ നിലയിലാണ് ഉണ്ടായിരുന്നത്. കൂടാതെ അവിടെ ഇവിടെ പാടുകളുണ്ട്. ചണച്ചാക്കിനകത്തായിരുന്നു ബോഡി കാണപ്പെട്ടത്. ആരാന്ന് തിരിച്ചറിയാൻ യാതൊരു മാർഗവുമില്ല. പക്ഷേ എന്നാലും ശരീരത്തിൽ കണ്ട ചില അടയാളങ്ങൾ ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ബന്ധുക്കൾക്ക് കാണാൻ ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇൻക്വസ്റ്റിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഈ ചാക്ക്, കല്ല് അടക്കമുള്ള സാധനങ്ങളൊക്കെ, അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ബന്ധോബസ്തിലെടുത്ത് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് അയച്ച്. ഈ തിരിച്ചറിയാനാവാത്ത ബോഡി ആയതുകൊണ്ട് അത് 2-3 ദിവസം വെക്കണമെന്ന് റിക്വസ്റ്റ് കൊടുത്തിരുന്നു മെഡിക്കൽ കോളേജിൽ. ഡോക്ടർ നടത്തിയ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഇൻക്വസ്റ്റ് പ്രകാരവും ഈ മരണം സംഭവിച്ചിരിക്കുന്നത് ഇതാരോ ഇയാളെ വെട്ടി, തലയ്ക്കും കഴുത്തിനും വെട്ടി കൊലപ്പെടുത്തി ചാക്കിനകത്ത് കയറ്റി കല്ല് വെച്ച് കെട്ടിത്താത്തിയതാണ്, പുഴയിൽ കെട്ടിത്താത്തിയതാണ് എന്ന് ബോധ്യമായി. ഇത് ഒരു കൊലപാതക കേസാണ്. കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് അറിയാനാവുന്നില്ല, പ്രതി ആരാണെന്ന് അറിയാനാവുന്നില്ല. അപ്പം അന്ന് ഇരിട്ടിയിലുണ്ടായിരുന്ന സ്ക്വാഡുകാർ, ഈ കണ്ണൂർ സ്ക്വാഡിൽപ്പെട്ട ബേബി ജോർജ് അടക്കമുള്ള ആൾക്കാരെ ഈ കേസിൻ്റെ അന്വേഷണത്തിന്, ഇതിനെക്കുറിച്ച് എന്താണ് വിവരം അറിയുന്നതിന് വേണ്ടി പല വഴിക്കും അയച്ചു. പലരെയും കണ്ടു ചോദിച്ചു. ഈ സംഭവം നടന്ന കരയിൽ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചു, എന്തെങ്കിലും ബഹളമോ ഒച്ചയോ വല്ലോ നിങ്ങൾ കേട്ടിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ആരും അങ്ങനെയൊന്നും കേട്ടതായിട്ട് പറഞ്ഞിട്ടില്ല. ഈ പരാതിക്കാരൻ തന്നെ അവിടെ കുളിക്കാൻ ചെന്നപ്പോഴാണ്, ആ പുഴയിൽ കുളിക്കാൻ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചാക്കുകെട്ട് കണ്ടത് എന്നും പറഞ്ഞത്. അപ്പോൾ ഏതായാലും അസമയത്തെങ്ങാണമായിരിക്കും ഈ സംഭവം നടന്നത്. അതുകൊണ്ടായിരിക്കും കുറച്ചും ദൂരെ മാറിയുള്ള വീട്ടുകാർ ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും അറിയാതിരുന്നത് എന്ന് ബോധ്യമായി. ഇത് ഒരു വലിയ കേസ്. എങ്ങനെ കണ്ടെത്തും? അവസാനം DYSP അതിനൊരു മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ ആ ഒരു സ്ക്വാഡ് രൂപീകരിച്ചു.
കാരണം ഇത് മരിച്ച ആളാണെന്ന് കണ്ടെത്തണം, പ്രതിയെ കണ്ടെത്തണം, കാരണം എന്താണെന്ന് കണ്ടെത്തണം. ഇതൊരു വലിയ ഒരു കേസാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ച് എന്നെയും സി എയും സ്ക്വാഡുകാരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഞങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉളിക്കൽ നിന്ന് ഒരു വിവരം കിട്ടി. അതായത് അവിടെ സേവ്യർ എന്ന് പറയുന്ന ഒരാൾ ഒരു 3 ദിവസം മുമ്പ് മിസ്സിംഗ് ആണ്, കോടതി പോവുകയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം അയാളെ കാണാനില്ല എന്ന വിവരം ലഭിച്ചു. ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ ഞാൻ സ്ക്വാഡിലുള്ള പോലീസുകാരെ കാണാതായെന്ന് പറയുന്ന അറശ്ശേരിയിൽ സേവ്യറിൻ്റെ എരുതുകടവിലുള്ള വീട്ടിലേക്ക് അയച്ചു. അവരവിടെ ചെന്ന് അന്വേഷിച്ചതിൽ ശരിയാണ്, ഒരു 3 ദിവസമാണ് കോടതിയിൽ പോയത്, 3 ദിവസമായിട്ട് ഇയാളെ കാണുന്നില്ല, കോടതിയിൽ പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയതാണ് എന്ന് മനസ്സിലായി. അപ്പം പിന്നെ വേറെ ഒരു ടീമിനെ ഇവൻ കോടതിയിൽ പോയതാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ കണ്ടിരുന്നോ, ആരാണ് വക്കീൽ ഇവന് വേണ്ടി അപ്പിയർ ചെയ്യുന്നത്, എന്തെങ്കിലും കേസ് ഇവൻ്റെ പേരിലുണ്ടോ, മട്ടന്നൂർ കോടതിയിൽ ഇവൻ എത്തിയിരുന്നോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി പോലീസുകാരെ അയച്ചു. കോടതി പോലീസുകാരോട് ചോദിച്ചപ്പം കോടതി പോലീസുകാരൻ പറഞ്ഞ് ഇവൻ അവിടെ വന്നിരുന്നു, കോടതി പരിസരത്ത് ഇവനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പം വീട്ടിൽ നിന്ന് ലഭിച്ച വിവരം ഏതാണ്ട് ശരിയാണ് എന്ന് ബോധ്യമായി. കോടതിയിൽ പോയ സേവ്യർ എന്തുകൊണ്ട് മടങ്ങി വന്നില്ല? അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് സേവ്യർ പോയത്? സേവ്യർ എങ്ങോട്ടാ അവിടുന്ന് കോടതിയിൽ നിന്ന് മുങ്ങിയത്? ഈ കേസിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയെ 1/4/2002 തീയതി ഒരു വിവരം ഈ സ്ക്വാഡിലെ പോലീസുകാർക്ക് കിട്ടുന്നു. ഇവൻ പോയത് ഒരു കൈതവളപ്പിൽ സജീവൻ്റെ കൂടെയാണ് എന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂട്ടുകാരാണ്, അടുത്തടുത്തുള്ളവരാണ് എന്നും പറഞ്ഞു. 2 ദിവസമായിട്ട് സജീവൻ അങ്ങനെ വീട്ടിലേക്ക് വരാറില്ല എന്ന് ഒരു വിവരം കിട്ടുന്നു. സജീവനെ അന്വേഷിക്കാൻ പോലീസുകാരെ അയച്ചു. സജീവനെ തലശ്ശേരിയിൽ നിന്ന് പിടികൂടി പോലീസുകാർ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, നീ സേവ്യറിൻ്റെ കൂടെ പോയിരുന്നോ? അപ്പോൾ സജീവൻ മറുപടി പറഞ്ഞു, ഞാൻ പോയിരുന്നു. എന്ത് കേസിന് ഞങ്ങൾ പോയത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു. അപ്പോൾ അത് ചെറിയ കേസാണെന്ന് മനസ്സിലായി. അപ്പോൾ കേസ് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് സേവ്യർ അങ്ങോട്ടോ പോയി, ഞാൻ വീട്ടിലേക്കും പോന്നു എന്ന് പറഞ്ഞു. എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വാസം വന്നില്ല. അപ്പം ഞങ്ങളെല്ലാവരുടെ കുറേ നേരം അവനെ ചോദ്യം ചെയ്തു. ഇവന് ഒന്നും ഉത്തരം പറയുന്നില്ല. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചു, ഈ സേവ്യറിനെ കാണുന്നില്ല എന്നുള്ള വിവരം നീ അറിഞ്ഞിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു സംശയം. ഉടനെ ഞാൻ ഒരു പോലീസുകാരനെ ഈ സേവ്യറിൻ്റെ വീട്ടിലേക്ക് അയച്ചു. സേവ്യറിൻ്റെ വീട്ടിലേക്ക് അയച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ സേവ്യറിൻ്റെ വീട്ടിൽ സജീവൻ പോയിരുന്നു. അപ്പം മടങ്ങി വന്നിട്ടില്ല, എവിടെ പോയി എന്ന് ഭാര്യ ചോദിച്ചുവെന്ന് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കിട്ടി. ഇവനോട് സജീവ, നീയല്ലേ പറഞ്ഞേ ഇവൻ പോയ കാര്യം നിനക്ക് അറിയത്തില്ല എന്ന്, കാണാതായ കാര്യം അറിയത്തില്ല എന്ന്. ഇപ്പോൾ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴും നീ വീട്ടിൽ പോയിരുന്നു എന്നും ഇവനെ കണ്ടിരുന്നോ എന്ന്, സേവ്യറിനെ കണ്ടിരുന്നോ എന്ന് അവൻ്റെ ഭാര്യ നിന്നോട് ചോദിച്ചിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താ നീ മറച്ചു വെച്ചെന്താ? അപ്പം നിനക്ക് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ ഇതിനകത്ത്, എന്തോ നിനക്ക് പോലീസിനോട് പറയാനുണ്ടല്ലോ. നീ ഈ പറയണം, പറഞ്ഞേ പറ്റൂ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴവന് എന്തെല്ലോ ഒരു ഭാവം. അപ്പോൾ അവൻ പറഞ്ഞ്, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെള്ളമെല്ലാം തരാം, വേണം ചായ നിനക്ക് തരാം, പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട സത്യം എന്താണെന്ന് നീ പറയണം. അത് പറയാതെ ഞാൻ നിന്നെ വിടൂല. അത് നിനക്കേ അറിയാവത്തുള്ളൂ എനിക്കിപ്പം മനസ്സിലാവുന്നത്. അതുകൊണ്ട് ചായയും വെള്ളമെല്ലാം കുടിച്ച് നീ വന്ന് പറയാനുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണം. അവന് വെള്ളവും കൊടുത്ത് അവൻ ചായയും കുടിച്ച് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, എന്താണ് സംഭവിച്ചത്? ഈ വെള്ളവും കുടിച്ച് ചായയും കുടിച്ചതിന് ശേഷവും ഞാൻ വെച്ച് ഇപ്പം വന്ന് ഇവനങ്ങ് പറയാൻ തുടങ്ങുമെന്ന് വിചാരിച്ച്. പറയും, എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല സാർ, എനിക്കൊന്നും പറയാനില്ല.
അപ്പോഴാണ് പോലീസുകാർ അപ്പോഴുള്ള ഈ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇവരെ സെക്കൻഡ് ഷോയ്ക്ക് ഇവന്മാരെ രണ്ടിനെയും കൂടെ കണ്ടതായിട്ട് ഒരു വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഉടനെ വീണ്ടും ഞാൻ ഇവനവിടെ തന്നെ ഉണ്ടല്ലോ, സജീവനോട് ചോദിച്ചു, സജീവ നീ മട്ടന്നൂരിൽ നിന്ന് പിന്നെ ഭക്ഷണവും കഴിച്ച് പിരിഞ്ഞാന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത്? പക്ഷേ നിങ്ങൾ സിനിമയ്ക്ക് പോയ വിവരം ഉണ്ടല്ലോ, നീ ഇനി കള്ളത്തരം പറയാൻ നടക്കൂല, സത്യം പറഞ്ഞേ പറ്റൂ. നീ എന്തോ ഒളിക്കുന്നുണ്ട്, കാര്യമായിട്ട് എന്തോ ഒളിക്കുന്നുണ്ട്. അവൻ എങ്ങോട്ട് പോയി എന്ന് പറ. അപ്പോഴിവനെന്തോ ഒരു വിമിഷ്ടമൊക്കെ വന്നു. ഒരു 2 മിനിറ്റ് അവൻ റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെയും വന്നു. പിന്നെ ഞാൻ അവനോട് ചോദിച്ചു. അപ്പം ഇവൻ എന്നോട് പറഞ്ഞ്, സാറേ ഈ പോലീസുകാരെല്ലാം ഒന്ന് പുറത്തേക്ക് കേൾക്കാൻ പറ, ഞാനൊരു കാര്യം പറയാം. അങ്ങനെ പോലീസുകാരോട് ഞാൻ പുറത്തിറങ്ങി കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ഇവൻ എന്നോട് ഒരു സംഭവം പറയാൻ തുടങ്ങി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സജീവൻ പറഞ്ഞ്, സാറേ ഇവൻ്റെ കൂടെ ഞാൻ കോടതിയിൽ പോയിരുന്നു, ബസ്സിനാണ് ഞങ്ങൾ പോയത്. പക്ഷേ വീട്ടുകാർക്കറിയത്തില്ല ഞാനും അവനും കൂടെ ഒന്നിച്ചാണ് കോടതിയിൽ പോയെന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ ഇരിട്ടിക്ക് പോന്നു, അവൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്, സേവ്യർ. 2 പേരും കൂട്ടുകാരാണ്, ഒരേ പ്രായമാണ്, 31 വയസ്സ് വീതമാണ് 2002 ഇവനും അവനും ഉള്ളത്. കോടതിയിൽ പോയി മട്ടന്നൂരിൽ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ച് ഇരിട്ടിയിൽ വന്ന് കുറേ നേരം കറങ്ങി നടന്ന് സിനിമ കണ്ട്, അവൻ കയ്യിൽ സാധനം ഒരു മദ്യം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, സജീവൻ പറയുന്നതാണ്, ഞാൻ സേവറിനോട് പറഞ്ഞു, നമുക്ക് അവിടെ ഈ ബാറിൻ്റെ കുറച്ചങ്ങ് മാറി ഒരു പുഴക്കടവുണ്ട്, ആരും കാണൂല, ആ ചെറിയ കുറ്റിക്കാട് പോലുള്ള സ്ഥലമാണ്, നമുക്കവിടെ പോയി ഇരുന്ന് മദ്യം കഴിക്കാം എന്ന് പറഞ്ഞ് ഞാൻ സേവറിനെയും കൂട്ടിയിട്ട് പുഴക്കടയിലേക്ക് പോയി. അവിടെ ചെന്നിരുന്ന് ഞങ്ങൾ 2 പേരും കൂടെ മദ്യം കഴിച്ചു. മദ്യം കഴിച്ചതിന് ശേഷം എനിക്ക് ഇവനെ കൊല്ലണമെന്ന് എനിക്ക് നേരത്തെ ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ ഒരു കത്തി വെച്ചിരുന്നു. സേവർ മദ്യം കഴിച്ചുകൊണ്ടിരിക്കെ ഞാൻ ആ കത്തി കയ്യിലെടുത്ത് അവൻ്റെ കഴുത്ത് നോക്കി വെട്ടി. തലയിലും കുറേ വെട്ടുകൊണ്ട്, കഴുത്തിന് നല്ല വെട്ടായിരുന്നു, കുറേ പിടച്ച്. അപ്പം ഞാൻ അവനെ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവൻ ബോധമില്ലാതെ അനക്കമില്ലാണ്ട് അവിടെ കിടന്നു. അപ്പം ഞാൻ അവൻ്റെ മരണം ഉറപ്പ് വരുത്തി. എന്നിട്ട് ഒരു ചാക്കും ഞാൻ അവിടെ എടുത്ത് വെച്ചിരുന്നു. ആ ചാക്കിനകത്ത് കയറ്റാൻ വലിയ പ്രയാസപ്പെട്ട് ചാക്കിനകത്തേക്ക്, ഇവൻ്റെ വലിയ ചാക്കായിരുന്നു, ചണച്ചാക്ക്, ഇവൻ്റെ ബോഡി ചാക്കിനകത്ത് കയറ്റി 2 വെട്ടുകല്ല് വെച്ച്, ഇത് പൊന്തി വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഈ സംഭവം നടക്കുന്നതിനിടയിൽ ഞങ്ങളുടെ 2 പേരുടെയും മുണ്ട് അഴിഞ്ഞു പോയിരുന്നു. ഒരു മുണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടു, ഈ ചാക്കിനകത്ത് തന്നെ ഇട്ട്, ഒരു മുണ്ടിൻ്റെ കര കീറിയെടുത്ത് ഈ ചാക്ക് കെട്ടി. അപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ. ഇനി ഈ ടൗണിലൊക്കെ ഉന്തുവണ്ടിയും മറ്റേ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെയൊക്കെ വന്നാൽ കുളിക്കുന്നത് ഈ ഭാഗത്ത്. 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പതുക്കെ ഉരുട്ടി സേവ്യറിനെ പുഴയെടുത്ത് കൊണ്ടുവന്ന് പുഴയിലോട്ടിട്ട് കുറേ ദൂരത്തേക്ക് തള്ളി, ഒരു കമ്പെടുത്തിട്ട് ദൂരത്തേക്ക് തള്ളി. അപ്പം അത് കുറച്ച് ദൂരം മാറി അത് വീണ്. അപ്പം ഞാൻ ചോദിച്ചു, ശരി
ഈ ഇതെല്ലാം നീ പറഞ്ഞല്ലോ, എന്തിനാണ് സേവ്യറിനെ കൊന്നത്? എന്തിനാ? അവൻ പറഞ്ഞത്, എനിക്ക് ഈ സേവ്യറിൻ്റെ ഭാര്യനെ ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് നിന്നോട് വല്ല ഇഷ്ടമുണ്ടോ? അതെനിക്കറിയത്തില്ല. ഇവനെ ഇല്ലാതാക്കിയിട്ട് വേണം എനിക്ക് അവളോട് ഈ വിവരം പറയാനും അവളോടൊത്ത് ജീവിക്കാനും. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തത്. വേറെ എന്തെങ്കിലും വിരോധമുണ്ടോ നിങ്ങൾ തമ്മിൽ? നിങ്ങൾ സുഹൃത്തുക്കളാണെന്നാണല്ലോ പറയുന്നത്. വേറെ ഏതെങ്കിലും തരത്തിൽ വേറെ ഒരു വിരോധവും എനിക്ക് സേവ്യറിനോടില്ല. സേവ്യർ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ഞാൻ ചോദിച്ചു, നീ ഈ വെട്ടാനുള്ള കത്തിയും ചാക്കുമൊക്കെ എവിടെ നിന്ന് കിട്ടി? സാർ, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇരിട്ടിയിൽ വന്ന് ഇരിട്ടിയിൽ നിന്നാണ് കത്തിയും വാങ്ങി ചാക്കുമായിട്ട് ഈ പറഞ്ഞ കുറ്റിക്കാട് പിടിച്ച സ്ഥലത്ത്, കുറ്റിക്കാടുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ സാധനങ്ങൾ വെച്ചിട്ടാണ് സേവ്യറിൻ്റെ കൂടെ കോടതിയിലേക്ക് പോയത് എന്ന് അവൻ ഉത്തരം പറഞ്ഞു. സിയോടൊപ്പം ഞാൻ ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്ന വേളയിൽ ഇവൻ എന്നോട് നടത്തിയ കുറ്റസമ്മത മൊഴി പ്രകാരം സേവ്യറിനോട് ഇവന് വിരോധം തോന്നാനുള്ള ആകെ ഒരു കാരണം, വിരോധം എന്ന് പറയാൻ പറ്റില്ല, സേവ്യറിനെ ഇല്ലാതാക്കണമെന്ന് ഇവൻ തീരുമാനമെടുത്തത് സേവ്യറിൻ്റെ ഭാര്യയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഇനി അവൾക്കെന്തെങ്കിലും പ്രേരണയുണ്ടോ ഈ സംഭവത്തിൽ എന്നുള്ളതറിയാൻ വേണ്ടി ഞാനും സിയും സേവ്യറിൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ അവൾക്ക് അറിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അന്വേഷണത്തിൽ ആ സ്ത്രീക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തു. കേസിൽ നിർണായകമായ ഒരു തെളിവുണ്ട്. അത് പിന്നീട് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലായതാണ്. അപ്പോൾ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇവൻ പറഞ്ഞിരുന്നു, മുണ്ട് രണ്ടുപേരുടെ അഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. ഒരു മുണ്ടിൻ്റെ കര കീറിയിട്ടാണ് ഇവൻ ആ ചാക്ക്, ശവമടക്കം ചെയ്ത ചാക്ക് കിട്ടിയെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നീ ഉടുത്ത മുണ്ടോ ഏതാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ്, അത് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല സാർ, ആ മുണ്ട് എവിടെയാണ് എന്ന് ചോദിച്ചു. ആ മുണ്ട് എന്നെ കൊണ്ടുപോയി ഞാൻ എടുത്തു തരാം എന്ന് അവൻ മൊഴി തന്നു. അങ്ങനെ ഇവനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്ത് ഇവൻ്റെ കുറ്റസമ്മത മൊഴി പ്രകാരം ഞങ്ങൾ ഇവൻ്റെ വീട്ടിലെത്തി. സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഇവൻ്റെ വീടിൻ്റെ സ്ലാബിൽ നിന്ന്, ബെഡ്റൂമിൻ്റെ സ്ലാബിൽ നിന്ന് ഇവന് ഈ മുണ്ടെടുത്തു വന്നു. ആ മുണ്ട് പരിശോധിച്ചപ്പോൾ അതിൻ്റെ കര കീറിയിട്ടുണ്ടായിരുന്നു. ആ കര കീറിയ മുണ്ട് അവസരപ്രകാരം ബന്ദോബസ്തിലെടുത്തു. അപ്പം വീണ്ടും ഞങ്ങൾക്ക് കുറച്ചുകൂടെ സംശയം തീർക്കാനുണ്ടായിരുന്നു, ഇതാരുടെ മുണ്ടാണ് എന്നുള്ളത്. ആ മുണ്ട് സേവ്യറിൻ്റെ മുണ്ടാണ് ഇവൻ ഉടുത്തത് എന്ന് സാക്ഷികളുടെ മൊഴിയിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായി അവർ ആ മുണ്ട് കണ്ട് തിരിച്ചറിയും. മക്കൾ ആ മുണ്ട് കണ്ട് തിരിച്ചറിഞ്ഞു. ചാക്കിനകത്ത് ഇട്ടത് പ്രതി സജീവൻ്റെ മുണ്ടും കെട്ടാൻ ഉപയോഗിച്ചത് സേവ്യറിൻ്റെ മുണ്ടിൻ്റെ കരയും സജീവൻ്റെ കുറ്റസമ്മത മൊഴി പ്രകാരം ബന്ദോബസ്തിലെടുത്തത് സേവ്യറിൻ്റെ കരകീറിയ മുണ്ടുമാണ് എന്ന് അപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. മുണ്ടുകൾ, അതേപോലെ തന്നെ കെട്ടിയ ഭാഗം, കര, ഇതെല്ലാം എക്സാമിനേഷന് വേണ്ടി FSLലേക്ക് അയക്കുകയും ചെയ്തു. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്ന് എക്സാമിനേഷൻ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. എക്സാമിനേഷൻ റിപ്പോർട്ട് പ്രകാരം ബോഡി ഉണ്ടായിരുന്ന ചാക്ക് കെട്ടിയ മുണ്ടിൻ്റെ കരയും അതോടെ പ്രതിയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം അയാളുടെ വീട്ടിൽ നിന്ന് ബന്ദോബസ്തിലെടുത്ത മുണ്ടും ഒന്ന് തന്നെയാണ് എന്ന് വ്യക്തമായിരുന്നു. ഈ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. അഡീഷണൽ സെഷൻസ് കോർട്ട് തലശ്ശേരിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ ഒന്ന് രണ്ട് സാക്ഷികൾ, കണക്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് സാക്ഷികൾ കൂറുമാറിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് ഇവൻ കത്തി വാങ്ങിയിരുന്ന കടക്കാരനാണ്. അത് ഇരിട്ടി ടൗണിൽ കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരൻ കേസിൽ കൂറുമാറി. വേറെയും ഒന്ന് രണ്ട് മഹസർ സാക്ഷികൾ
ഇൻക്വസ്റ്റിലെ സാക്ഷികളും ഒക്കെ കൂറുമാറി. അതോടെ കേസ് കോടതിയിൽ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു സംഗതി, പ്രോസിക്യൂഷനും കോടതിയും കാണാതെ പോയ ഒരു തെളിവിൻ്റെ കാര്യമാണ്. അതാണ് ഈ മുണ്ട്. കാരണം ഒരിക്കലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ആർക്കും ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണത്. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ബന്ദോബസ്തെടുത്തിട്ടുള്ള ആ ശവമടങ്ങിയ ചാക്ക് കെട്ടിയ ആ മുണ്ടിൻ്റെ കരയും പ്രതിയുടെ കുറ്റസമ്മതം മൊഴി പ്രകാരം ബന്ദോബസ്തെടുത്ത മുണ്ടും രണ്ടും ഒന്നിൻ്റെ ഭാഗമാണ് എന്ന് സയൻറ്റിഫിക്കലി പ്രൂവ്ഡായ കാര്യം എന്തോ പ്രോസിക്യൂഷൻ അത് കോടതിയിൽ പ്രസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ കേസ് വിട്ടുപോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിൻ വന്നു കഴിഞ്ഞപ്പോൾ കയറാനായിട്ട് ഡോറിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഈ ഗ്യാങ്ങിലുള്ള 8 പേര് ഇയാളുടെ അടുത്തേക്ക് നീങ്ങി ഇയാളെ അമക്കി വെച്ച് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഈ ട്രെയിനിൻ്റെ വാതിലിൽ ഇവർ തടഞ്ഞു വെക്കുന്നത് പോലെ വെച്ച് പ്രസ് ചെയ്തു. ആ പ്രസ് ചെയ്തതിനിടയിൽ മമ്മൂട്ടി എന്ന് പറയുന്ന പ്രതി എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കഷ്ണം ബ്ലേഡ് കൊണ്ട് ഷർട്ടും സഞ്ചിയും മുറിച്ചിട്ടാണ് ഈ സാധനം എടുക്കുന്നത്.